തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം പരിശോധിക്കാൻ LDF. ചൊവ്വാഴ്ച ചേരുന്ന LDF നേതൃയോഗം തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. മുന്നണിയുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ടുള്ള കനത്ത തോൽവിയിൽ തിരുത്തൽ വേണമെന്ന ആവശ്യം CPI ഇപ്പോൾ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPIM-ന്റെയും CPI-യുടെയും നേതൃയോഗങ്ങൾ നാളെ ചേരുന്നുണ്ട്. മനീഷ് മഹിബാൽ ചേരുന്നു വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, മൂന്നാം ഊഴം ലക്ഷ്യമിട്ട് നിന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രചാരണം നടത്തിയ ഇടതുമുന്നണിക്കും CPM-നുമാണ് കനത്ത തിരിച്ചടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ടിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ തിരുത്തൽ നടപടികളിലേക്ക് പോകണം. നിലപാടുകളിൽ നയപരിപാടികളിലടക്കം മാറ്റം വരുത്തേണ്ടി വരും. എന്തൊക്കെയാണ് ആലോചനകൾ? മുന്നണിയിൽ പലയിടങ്ങളിൽ നിന്ന് പല കക്ഷികളുടെ ഭാഗത്തു നിന്നും പല വിഷയങ്ങളിലും എതിർപ്പുണ്ടായതാണ്. ഇനി അതൊക്കെ കുറെ കൂടി പരസ്യമാവാനും കുറെ കൂടി ശക്തമായി തന്നെ തിരുത്തൽ ആവശ്യപ്പെടാനും സാധ്യതയുണ്ടല്ലോ. ഗോകുൽ, കേരളത്തിലെമ്പാടും ഇടതുപക്ഷം നേരിട്ട വലിയ പരാജയം, പ്രത്യേകിച്ചും തലസ്ഥാന നഗരം, കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും അധികാരം നഷ്ടപ്പെടുന്നു. 40 വർഷമായി തങ്ങളുടെ ഇടത് കോട്ട എന്ന് കരുതിയ സ്ഥലം അത് BJP NDA കൈപ്പിടിയിൽ ഒതുക്കുന്നു. അതും മൃഗീയമായ ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും വലിയ ഭൂരിപക്ഷം, 50 സീറ്റിൻ്റെ അടുത്ത് 50 സീറ്റ് BJPക്ക് ലഭിക്കുന്നു. അങ്ങനെ കേരളത്തിലെമ്പാടും ഉണ്ടായ പരാജയം അത് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും പാർട്ടി അത് പരിശോധിക്കും. വേണ്ട മാറ്റങ്ങൾ വരുത്തി പാർട്ടി മുന്നോട്ട് പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ചകളും എന്തൊക്കെ പോരായ്മകളാണെന്നുള്ള കാര്യം കൃത്യമായി പാർട്ടി പരിശോധിച്ച് അത്തരം കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക എന്ന് ഇന്നലെ അറിയിച്ചിരുന്നു. പ്രത്യേകിച്ചും മധ്യകേരളത്തിലടക്കം കേരള കോൺഗ്രസ് എമ്മിനും കാര്യമായ സംഭാവനകളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ ഈ മുന്നണി സംവിധാനത്തിലുണ്ടാകുന്ന മറ്റ് പോരായ്മകൾ ചൊവ്വാഴ്ച ചേരുന്ന LDF യോഗത്തിൽ പരിഗണിക്കും. ഒപ്പം തന്നെ നാളെ ചേരുന്ന CPI-യുടെയും CPIM-ന്റെയും നേതൃയോഗങ്ങൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കും. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായ CPM-നുണ്ടായ വലിയ പൊട്ടിത്തെറി, ഇന്നലെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. മുൻ ഭരണസമിതിയിലെ തന്നെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള ഗായത്രി ബാബു രംഗത്ത് വന്നത്. അങ്ങനെ ഭരണത്തലവനായിട്ടുള്ള ആ മേയറെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പരസ്യമായ പോസ്റ്റ് ഇടുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് ഇന്നലെ പാർട്ടി സെക്രട്ടറി വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പാർട്ടിക്കകത്താണ് പറയുന്നത്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായ വലിയ പതനം, പാർട്ടിക്കുണ്ടായ വലിയ പതനം, അത് മറ്റ് മുനിസിപ്പാലിറ്റികളിലൊക്കെ തന്നെ വിജയിച്ചിട്ടുണ്ടെങ്കിലും കോർപ്പറേഷൻ നഷ്ടമായത്, അത് 40 വർഷമായി പിടിച്ചിറക്കിയ സ്ഥലം നഷ്ടമായത് വലിയ പോരായ്മ അല്ലെങ്കിൽ വലിയ വീഴ്ചയായി തന്നെ കാണുന്നുണ്ട്. ഇനി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, CPM ഈ രീതിയിലുള്ള വീഴ്ചകളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര് മേയറാകുമെന്ന തരത്തിലേക്കുള്ള ചർച്ചകളിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ആദ്യ IPS ഉദ്യോഗസ്ഥയായിട്ടുള്ള R ശ്രീലേഖ നിലവിൽ ശാസ്ത്രമംഗലത്ത് ജയിച്ചു വന്ന കൗൺസിലറാണ്. ഒപ്പം തന്നെ കൊടുങ്ങാനൂർ വാർഡിൽ നിന്ന് ജയിച്ചു വന്ന കോർപ്പറേഷനിലെ BJPയുടെ മുഖമായിട്ടുള്ള സംസ്ഥാന BJP ജനറൽ സെക്രട്ടറി കൂടിയുള്ള VV രാജേഷും പരിഗണനയിലുണ്ട്. അങ്ങനെ 2 പേരിൽ ആരെ പരിഗണിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് തുറന്ന വാഹനത്തിൽ, അതായത് ഡബിൾ ഡക്കർ ബസ്സിൽ ഇന്ന് BJPയുടെ ആഘോഷ പ്രകടനം നഗരത്തിലുണ്ട്. തിരുവനന്തപുരം നഗരത്തെ വലം വെച്ചുകൊണ്ടുള്ള ആഘോഷ പ്രകടനമുണ്ട്. മറുവശത്ത് അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നു. AKG സെൻറ്റർ നിലനിൽക്കുന്ന വാർഡ് പോലും നിലവിൽ CPM-നെ നിലനിർത്താൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാനായില്ല എന്ന വലിയ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് നിലവിൽ ഉടലെടുക്കുന്നുണ്ട്. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും അടക്കം ഉണ്ടായിട്ടുള്ള ഈ പാർട്ടി വോട്ടുകൾ ചോർത്തടക്കമുള്ള വിഷയങ്ങൾ, അത് ശബരിമല വിഷയം ആണെങ്കിൽ അത് പാലക്കാടും പന്തളത്തും ഒക്കെ തന്നെ പ്രതിഫലിച്ചേനെ എന്ന വിലയിരുത്തൽ പാർട്ടിക്കകത്തുണ്ട്. വികസന പ്രശ്നങ്ങൾ അത് മുന്നോട്ട് വെക്കുന്നതിലൊക്കെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന പാർട്ടിക്കകത്ത് വിലയിരുത്തൽ. ഒപ്പം തന്നെ മണി നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന അത് വളരെ അനുചിതമായി എന്ന വിലയിരുത്തലും പാർട്ടിക്കകത്തുണ്ട്. എന്താണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന LDF-ന്റെയും ഒപ്പം തന്നെ രാഷ്ട്രീയ കക്ഷി പാർട്ടി യോഗങ്ങളിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ വലിയ ചർച്ചയാകും. എന്താണ് അടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടെന്ന കാര്യത്തിൽ തീരുമാനം. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണ തലവനെ ആരെന്ന കാര്യത്തിൽ തീരുമാനിക്കുന്ന കാര്യത്തിൽ UDF-ഉം BJP അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ചർച്ചയിലേക്ക് കടക്കും. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.